നമസ്കാരം. മാനന്തവാടി നഗരത്തിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന ചരിഞ്ഞതിൽ വിവാദം തുടരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് ബന്ദിപ്പൂർ രാമപുര ക്യാമ്പിൽ തണ്ണീർക്കൊമ്പന്റെ അന്ത്യം. മരണത്തിലേക്ക് നയിക്കാവുന്നത്ര ശാരീരിക ആവശ്യതകളൊന്നും കൊമ്പൻ യാത്രയിലുടനീളം പ്രകടിപ്പിച്ചില്ലെന്ന് ലോറിയിൽ അനുഗമിച്ച ദൗത്യ സംഘാംഗങ്ങൾ പറയുന്നു. ബന്ദിപ്പൂരിലെത്തിച്ച് കാട്ടിലേക്ക് ഇറക്കുന്നതിനിടെ കൊമ്പൻ മുട്ടുകാലിൽ മുന്നോട്ടാഞ്ഞ് ലോറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇടതു തുടയിലെ മുഴയിൽ പഴുപ്പ് നിറഞ്ഞത് മൂലമുണ്ടായ അണുബാധയും ശ്വാസകോശത്തിലെ ക്ഷയവും ദൗത്യത്തിനിടെയുണ്ടായ സമ്മർദ്ദവുമെല്ലാം ഹൃദയാഘാതത്തിലേക്കും തുടർന്ന് മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആനയുടെ ശരീരത്തിൽ നിരവധി പെലറ്റുകളും ഉണ്ടായിരുന്നു. ഇത് കാടിനുള്ളിൽ വെച്ച് കൊണ്ടതാണെന്നാണ് നിഗമനം. കൃഷിയിടത്തിലെത്തിയപ്പോൾ ഏറ്റതാകാം പെലറ്റ് എന്നാണ് നിഗമനം. പരിധിയിൽ കൂടുതൽ പെലറ്റുകൾ ആനയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാകാതെ മയക്കുവെടി വെച്ചതും മരണകാരണമായി. 20 ദിവസത്തിനിടെ പല ഡോസുകളിലായി 2 തവണയാണ് ആനയെ മയക്കുവെടി വയ്ക്കേണ്ടി വന്നത്. കർണാടക വനവകുപ്പ് ഹാസനിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈയിടെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടതായിരുന്നു കൊമ്പനെ. അന്ന് ശരീരത്തിൽ പെലറ്റ് ഉണ്ടായിരുന്നു എന്നത് നിർണായകമാണ്. പെലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് മതിയായി ചികിത്സ കൊടുത്തിരുന്നില്ല. ജനക്കൂട്ടം കണ്ടുള്ള സമ്മർദ്ദവും ഹൃദയത്തെ ബാധിച്ചു. കൊമ്പന്റെ ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നു. ഇടതു തുടയിലെ മുഴയിൽ നിന്ന് 1 ലിറ്ററോളം ചലം ശേഖരിച്ചത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തുടയിലെ മുഴയ്ക്ക് 1 മാസത്തോളം പഴക്കമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സംഘത്തിലെ വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷ് മോഹൻദാസ് പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ക്ക് മയക്കുവെടി വെച്ച തണ്ണീർക്കൊമ്പനെ രാത്രി 10:30-യോടെയാണ് ലോറിയിൽ കയറ്റി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് എടവക പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിലും മാനന്തവാടി നഗരമധ്യത്തിലും ഭീതി വിതച്ച 25 വയസ്സുള്ള തണ്ണീർക്കൊമ്പൻ എത്തിയത്. ആനയെ എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. മയക്കുവെടി വയ്ക്കും മുൻപ് ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിൽ പാളിച്ചയുണ്ടായെന്ന് വിമർശനമുണ്ട്. ചെറിയ പാളിച്ച മൃഗത്തിന്റെ ജീവൻ എടുത്തേക്കാം. മയക്കുവെടി വെച്ച് കാട്ടുമൃഗങ്ങളെ പിടികൂടുമ്പോൾ പ്രാഥമികമായി 2 ഘടകങ്ങളാണ് പരിഗണിക്കുക. മയക്കുവെടി ഏറ്റ മൃഗം താഴെ വീഴാതെ സ്റ്റാൻഡിംഗ് സെഡേഷനാണ് വണ്ടിയിൽ കയറ്റാൻ ആവശ്യമുള്ളത്. സാധാരണ 500 മുതൽ 600 മില്ലിഗ്രാം മരുന്നാണ് ആദ്യ ഡോസിൽ നൽകുക. മൃഗത്തെ നിരീക്ഷിച്ച ശേഷം വീണ്ടും നൽകേണ്ട ഡോസിന്റെ അളവ് തീരുമാനിക്കണം. മയങ്ങിയില്ലെങ്കിൽ 2-3 തവണ ചെറിയ ഡോസിൽ മരുന്ന് വീണ്ടും നൽകേണ്ടി വരും. ഏതാനും ദിവസം മൃഗത്തെ നിരീക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ധാരണ കിട്ടൂ. പ്രദേശത്തെ സ്ഥിതി മനസ്സിലാക്കണം. ഇതെല്ലാം തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിൽ ഉണ്ടായോ എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കൊമ്പൻ ചരിഞ്ഞതിൽ കേരള വനംവകുപ്പിനെ കർണാടക വനമന്ത്രി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തണ്ണീർക്കൊമ്പന് ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡിംഗ് വേണ്ടെന്നായിരുന്നു കർണാടക വനമന്ത്രി ഈശ്വർ ഖന്ദ്ര പറഞ്ഞത്. വന്യമൃഗങ്ങളെ ഒരു സംസ്ഥാനത്തിനോട് ചേർത്ത് ബ്രാൻഡ് ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. ഒരിടത്തു നിന്ന് പിടിച്ച് റേഡിയോ കോളർ വെച്ചെന്ന് കരുതി അതേ ഇടത്തേക്ക് ആനയെ തിരികെ വിട്ടത് ശരിയായ നടപടിയല്ല. ഇക്കാര്യം ഉൾപ്പെടെ കേരള വനമന്ത്രി AK ശശീന്ദ്രനുമായി ചർച്ച ചെയ്യുമെന്നും ഈശ്വർ ഖന്ദ്ര കൂട്ടിച്ചേർത്തു. കേരള വനംവകുപ്പ് ആനയെ മയക്കുവെടി വയ്ക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു ആനയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായതിൽ കർണാടക അനുശോചിക്കുന്നുവെന്നും എവിടെ ആർക്കാണ് പിഴവ് പറ്റിയതെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് നിലച്ചതാണ് മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പന്റെ മരണകാരണമെന്ന് കർണാടക വനംവകുപ്പ് വ്യക്തമാക്കി. ആനയുടെ ഇടതു തുടയിൽ ആഴത്തുള്ള മുറിവുണ്ടായിരുന്നുവെന്ന് വെറ്റിനറി സർജൻ വ്യക്തമാക്കി. ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലായിരുന്നു തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്ന് കർണാടക PCCF സുഭാഷ് മാൽഗഡെ അറിയിച്ചു. വയനാട് മാനന്തവാടി വിറപ്പിച്ച കാട്ടാന തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് ചരിഞ്ഞത്. വെള്ളിയാഴ്ച 5:35-ഓടെയാണ് ആനയെ മയക്കുവെടി വെച്ചത്. 6:20-ന് ആദ്യ ബൂസ്റ്റർ നൽകി. പിന്നാലെ ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചു. രാത്രി 10 മണിയോടെയാണ് തണ്ണീർക്കൊമ്പനെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റി ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്.